നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന ബലാത്സംഗ കേസുകൾ ഉടൻ റദ്ദാക്കപ്പെടുമെന്ന നിയമവൃത്തങ്ങൾ. തനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ കേസുകൾ റദ്ദാക്കപ്പെടും. ഇന്നലെ രാഹുലിന് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാണ്. പരാതിക്കാരി പരാതി നൽകാൻ വൈകിയെന്നും അറസ്റ്റിന്റെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് ലൈംഗിക പീഡന കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം അനുവദിച്ച് രാഹുലിനെതിരായ മൂന്നാമത്തെ പീഡന കേസിലാണ് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കാനഡയിലുള്ള അതിജീവിതയെ പ്രതി എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്നും വിധിയിൽ പറയുന്നുണ്ട്. ബന്ധം പരസ്പര സമ്മതത്തോടെയെന്നും തെളിയിക്കുന്ന ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. യുവതിയുടെ മാത്രം ശബ്ദമുള്ള പെൻഡ്രൈവാണ് പ്രതിഭാഗം ഹാജരാക്കിയത്. ആരുടെയും സമ്മതമില്ലാത്ത രീതിയിലാണ് പെൻഡ്രൈവിലെ യുവതിയുടെ ശബ്ദരേഖ കേൾക്കുന്നത് എന്ന നിരീക്ഷണവും കോടതി നടത്തി. എന്നാൽ ഇത് അതിജീവിതയുടെ ശബ്ദമാണെന്ന സ്ഥിരീകരണം കോടതി നടത്തിയില്ല. അന്വേഷണം പൂർത്തിയാകും വരെ റിമാൻഡ് തുടരേണ്ട സാഹചര്യമില്ലെന്നും കുറ്റാരോപിതർ ജാമ്യത്തിലായാലും അന്വേഷണം പൂർത്തിയാക്കാമെന്നും വിലയിരുത്തലാണ് ജാമ്യം അനുവദിച്ചത്. തെളിവ് ശേഖരണത്തിന് മതിയായ സമയം ലഭിച്ചെന്നും ഉത്തരവിലുണ്ട്. 50,000 രൂപയുടെ 2 ആൾജാമ്യം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും വരെ 3 മാസം എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണവുമായി സഹകരിക്കണം. വിളിപ്പിച്ചാൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. പരാതിക്കാരെ നേരിട്ടോ സമൂഹ മാധ്യമത്തിലൂടെയോ ഭീഷണിപ്പെടുത്താൻ പാടില്ല തുടങ്ങിയ നിബന്ധനകളാണ് ജാമ്യ ഉത്തരവിൽ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ പരാമർശങ്ങളുമായി ഹൈക്കോടതിയും രംഗത്തെത്തി. അവിവാഹിതനായ രാഹുൽ വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്നും കോടതി ചോദിച്ചു. അതേസമയം ബലം പ്രയോഗിച്ചതും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതും അടക്കം പ്രഥമ വിവര മൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവകരമാണെന്നും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു. കേസിൽ പിന്നീട് വിധി പറയുമെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പരാതിക്കാരിക്കെതിരായ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇതുവരെ അക്കാര്യത്തിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിനും ശേഷം 2 ദിവസം പാലക്കാട് രാഹുലിനൊപ്പം പരാതിക്കാരി താമസിച്ചിരുന്നല്ലോ എന്നും കോടതി ആരാഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ പരാതിക്കാരിക്ക് വിശദീകരണം ഉണ്ടെന്ന പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതിഭാഗം ഹാജരായ ഡിജിറ്റൽ തെളിവുകൾ അടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്നും പത്തനംതിട്ട കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും ഉത്തരവിൽ പറയുന്നു. പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകാൻ വൈകി, അതായത് 1 വർഷം 9 മാസം എന്ന പ്രതിഭാഗത്തിന്റെ വാദവും പരിഗണിച്ച ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പരാതിക്കാരി വിദേശത്തായതിനാൽ രാഹുൽ ജാമ്യത്തിലിറങ്ങിയാൽ ഭീഷണിപ്പെടുത്തുമെന്ന വാദം നിലനിൽക്കില്ല എന്നും കേസിൽ നേരിട്ടുള്ള മറ്റ് സാക്ഷികളില്ലെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡി ഇനി വേണ്ടെന്നുമാണ് കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ നേരത്തെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. അരുന്ധതി ദിലീപാണ് ജാമ്യ ഹർജിയിൽ ഉത്തരവിട്ടത്. അടച്ചിട്ട കോടതി മുറിയിൽ 2 മണിക്കൂർ വിശദമായ വാദം കേട്ടതിന് ശേഷമായിരുന്നു വിധി. പ്രോസിക്യൂഷന് വേണ്ടി MG ദേവിയായിരുന്നു ഹാജരായത്. രാഹുലും യുവതിയുമായി പരസ്പര സമ്മതത്തോടെയാണ് ബന്ധമായിരുന്നുവെന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കിയായിരുന്നു നീക്കം. മൂന്നാമത്തെ പീഡന കേസിൽ ജാമ്യം ലഭിച്ചതോടുകൂടി രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. അതേസമയം മത്സരിച്ചില്ലെങ്കിലും പ്രചാരണത്തിൽ രാഹുൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങിയാലും 2 വർഷത്തിനു ശേഷം ശിക്ഷ ലഭിച്ചാൽ അംഗത്വം നഷ്ടപ്പെടും. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. ഇതിനിടയിലാണ് അറസ്റ്റിലായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിനിറങ്ങിയ ശേഷം ഏതായാലും മത്സരവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ കൂടി നടക്കുകയാണ്. 3 മുന്നണികൾക്കും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം കടുകട്ടിയാണ്. രാഹുലിന്റെ ഇഫക്റ്റ് മറികടക്കുന്നയാളിനെ ആയിരിക്കണം കോൺഗ്രസിന് വേണ്ടത്. LDF-നും BJP-ക്കും പീഡനക്കേസ് പ്രയോജനപ്പെടുത്താൻ പറ്റിയെന്നും വരാം. പക്ഷേ ഇപ്പോഴുള്ള കോടതിയുടെ പരാമർശങ്ങൾ അത് തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. 3 മുന്നണികളുടെയും അന്തിമ പട്ടികയിൽ 2 വീതം പേരുകൾ മാത്രമാണെന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ടും പ്രയോജനമില്ലെന്ന പോലീസിന് നിയമോപദേശം ലഭിച്ചതായി സൂചനയുണ്ട്. സുപ്രീം കോടതികളുടെയും ഹൈക്കോടതിയുടെയും വിധിന്യായങ്ങൾ പ്രകാരം ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഇന്ത്യയിൽ കുറ്റകരമല്ല.
ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമായി കണക്കാക്കാനും ആകില്ല എന്ന് ഹൈക്കോടതി വിധി നിലവിലുണ്ട്. വ്യാജ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചാൽ മാത്രമേ ബലാത്സംഗ കുറ്റത്തിന് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വിവാഹ വാഗ്ദാനം നൽകിയതിനും തെളിവില്ല. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം വിവാഹ വാഗ്ദാനം പിൻവലിച്ചാൽ അത് ബലാത്സംഗ കുറ്റത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്ത എന്ന പേരിൽ കൊല്ലം പുനലൂർ സ്വദേശിയായ യുവാവിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന ഹർജിയിലായിരുന്നു കേരള ഹൈക്കോടതിയുടെ പരാമർശം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവതി വിവാഹിതയായ പരാതിക്കാരിയും യുവാവും വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്നു. ഭർത്താവുമായി നിയമപരമായി വേർപിരിയാതെ അകത്ത് താമസിച്ച് വരികയായിരുന്നു പരാതിക്കാരി. യുവാവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായും എന്നാൽ പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പുനലൂർ പോലീസിന് പരാതി നൽകിയത്. കഴിഞ്ഞ ജൂണിൽ സമാനമായ മറ്റൊരു കേസിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു. പ്രായപൂർത്തിയായവർ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് ബലാത്സംഗം ആരോപിക്കാനാകില്ല എന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി യുവാവിനെതിരെ യുവതി നൽകിയ ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. 37കാരനായ യുവാവിനെതിരെ അധ്യാപികയായ യുവതിയാണ് പരാതിപ്പെട്ടത്. ഇരുവരും വിവാഹിതരാണ്. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഇയാൾ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു അധ്യാപികയുടെ പരാതി. എന്നാൽ ഇരുവരും തമ്മിൽ പരസ്പരം സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്ന ബലാത്സംഗ കുറ്റം റദ്ദാക്കിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചു. ഇരുവരും വിവാഹിതരായതിനാൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന ആരോപണവും നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതി നിരീക്ഷണമിറക്കി. മഹാരാഷ്ട്ര സ്വദേശിയായ 37കാരൻ ഒരു വിവാഹ ചടങ്ങിനിടെയാണ് അധ്യാപികയുമായി പരിചയത്തിലായത്. പിന്നീട് ഫോൺ വിളികളിലൂടെ ബന്ധം വളർന്നു. വീട്ടിൽ ആളില്ലാതെ എന്ന സമയം താൻ അധ്യാപികയുടെ വീട്ടിലെത്തുകയും അവരുടെ സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇയാൾ കോടതിയെ അറിയിച്ചു. രണ്ടുപേരും വിവാഹിതരായതിനാൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ലെന്നും ഇയാൾ പറഞ്ഞു. എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം വഷളായതോടുകൂടി ഇയാൾക്കെതിരെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കാട്ടി അധ്യാപിക പോലീസിൽ പരാതി നൽകി. സമാന കേസുകൾ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്നും മറ്റ് ഹൈക്കോടതികളിൽ നിന്നുമുള്ള വിധികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുജോയ് പോളിന്റെ വിധി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴികെ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം സൗഹൃദ ബന്ധം തകരുമ്പോൾ അത് ബലാത്സംഗ കുറ്റകൃത്യമാകാൻ കഴിയില്ല എന്ന് കർണാടക ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂരു സ്വദേശിക്കെതിരെ മുൻകാമുകി നൽകിയ ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ നിരീക്ഷണവും വരുന്നുണ്ട്. ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി കണ്ടുമുട്ടുകയും വർഷങ്ങളായി ബന്ധം പുലർത്തുകയും ചെയ്ത യുവാക്കൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബാംഗ്ലൂരിലെ ഒരു ഹൈക്കോടതിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയും ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തു. എന്നാൽ സൗഹൃദ ബന്ധം തകർന്നപ്പോൾ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് യുവതി പരാതി നൽകുകയായിരുന്നു. 2018 നവംബർ 22 മുരളീധരൻ സോളാർ വിസിസ് മഹാരാഷ്ട്ര സംസ്ഥാനം എന്ന കേസിൽ പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രധാനമായ വിധിന്യായത്തിൽ എല്ലാ ശാരീരിക ബന്ധങ്ങളെയും ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങളും സുപ്രീം കോടതി ഒന്നൊന്നായി അക്കമിട്ട് നിരത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പഴയ പ്രതാപം ഇപ്പോഴും ഉണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മത്സരിക്കാൻ ഇറങ്ങുമോ എന്നതാണ് പ്രധാനമായ ചോദ്യവും ഉയരുന്നത്. എന്തായാലും പ്രധാന ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജനവിധി ആർക്കൊപ്പമായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴിതാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ നടക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള നീക്കങ്ങൾ വരുന്നത്. എ ക്ലാസ് മണ്ഡലമായി BJP സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്ന മണ്ഡലമാണ് പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും പാലക്കാട് നഗരസഭാ ഭരണം BJP നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരികെ എത്തിക്കാൻ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് അവതരിപ്പിക്കേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പേരാണ് പാലക്കാട് ആദ്യ പരിഗണന. ശോഭാ സുരേന്ദ്രന്റെ തീപ്പൊരി പ്രസംഗത്തിലൂടെ BJPക്ക് മണ്ഡലത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതേസമയം ശോഭയെ ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പരിഗണിച്ചാൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരും ജില്ലാ നേതൃത്വത്തിന് മുന്നിലുണ്ട്. അത് പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റേതാണ്. യുവനേതാവിനെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ മികച്ച മത്സര മണ്ഡലത്തിൽ കാഴ്ചവെക്കാനാകുമെന്നും നേതൃത്വം കരുതുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച C കൃഷ്ണകുമാർ ഇത്തവണ മലമ്പുഴ മണ്ഡലത്തിലായിരിക്കും ജനവിധി തേടുക. വനിതാ നേതാവിനെ തന്നെ കളത്തിലിറക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോളിന്റെ പേരായിരുന്നു. നാമനിർദ്ദേശ പത്രിക വാങ്ങി തിരികെ കൊടുക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി P സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലെത്തുന്നതും സ്ഥാനാർത്ഥിയാകുന്നതും. പക്ഷേ ഇത്തവണ ബിനുമോളിന്റെ പേരിനാണ് മുൻഗണന.
അതേസമയം പി സരിൻ ഒറ്റപ്പാലം മണ്ഡലം ലഭിച്ചില്ലെങ്കിൽ പാലക്കാട് തന്നെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല. പാലക്കാട് നഗരസഭയും കണ്ണാടി, പിരായിരി, മാത്തൂർ പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് നഗരസഭ BJPയും കണ്ണാടി LDFും പിരാരി UDFുമാണ് ഭരിക്കുന്നത്. മാത്തൂർ പഞ്ചായത്തിൽ LDFും UDFും തുല്യ നിലയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും UDFിന് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് വിഹിതം കൂടുതൽ ഉള്ളത്.